ഹലോ. അപ്പം നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇത് PWD റെസ്റ്റ് ഹൗസ് കോതമംഗലാണ്. ഇവിടെ നമ്മൾ കുറച്ച് പേര് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മെയിൻ റോഡിലോട്ട് പോവാണ്, നടന്ന് പോവാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വരാനുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വണ്ടി ഇപ്പോൾ ഉടനെ തന്നെ വരും. പിന്നെ നമ്മൾ എവിടെയും പോകുമ്പോൾ താമസിച്ച് പോകാമെന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ വന്ന് അങ്ങോട്ടും കയറുന്നില്ല, വെളിയിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സംസാരമാണ്. പിന്നെ സംസാരം എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറി. നമ്മൾ ഇത്രയും പേരും കൂടെ ആയിരുന്നു പോകുന്നത്. നമ്മളെല്ലാവരും നേരെ പിന്നെ അടുത്ത റെസ്റ്റ് ഹൗസിലോട്ട് പോയി, നേര്യമംഗലം. അവിടെ നിന്നായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടുന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയും കൂടെ കഴിച്ചു. അതങ്ങോട്ട് കഴിച്ച് വയറ് നിറഞ്ഞപ്പോഴത്തേന് നല്ല ആശ്വാസമുണ്ട്. കാരണം നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങിയതാണ്. നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഒന്ന് ഫ്രഷായി നല്ല രീതിയിൽ അടുത്ത പോവാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ്റെ ബ്യൂട്ടി വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ നമ്മളത് നേരിട്ട് കണ്ടാലേ അത് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേന് ദാണ്ട മുമ്പിലൊരു തൂക്കുപാലം. അപ്പം മനസ്സിലായി നമ്മൾ ഇതിനകത്തോട്ട് കയറാനാണ് പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം തന്നെ ആദ്യം തന്നെ ചങ്കൊന്നും പൊട്ടി. അപ്പം ഇഞ്ചിത്തൊട്ടി തൂക്കുപാലമാണിത്. അപ്പം ഇവിടെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സമയം 25 പേര് കൂടുതലൊന്നും കയറാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ആ സ്റ്റെപ്പിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഇങ്ങനെ പോവാം. ആദ്യം കാല് ചവിട്ടിയപ്പോൾ തന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുക. ശരിക്കും പറഞ്ഞാൽ അത്രയും ദൂരം മുമ്പോട്ട് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്. എന്നാലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ തൂക്കുപാലത്തിൽ കയറുന്നത്. അപ്പം ഭയങ്കര ഇത് താഴെ മൊത്തം വെള്ളമല്ല, നമ്മൾ എങ്ങനെ പേടിക്കാതിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ വേണ്ട ഒരു അപ്പച്ചൻ ഒരു കുസലില്ലാതെ അതും തന്നെ നടന്നിങ്ങനെ വരികയാണ്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ ശീലമായി കാണുമല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നല്ല കുലുക്കാണ്. ഈ കമ്പികളൊക്കെ കുലുങ്ങുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ ഈ സൈഡിലുള്ള ആ ഒരു കമ്പിയിൽ മുടുക്കെ പിടിച്ച് ആണ് അങ്ങോട്ട് നടന്നു പോകുന്നത്. നമ്മളങ്ങോട്ട് എത്തുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ കാണാൻ നല്ലതാണ്, അടിപൊളിയാണ്. കാഴ്ചയൊക്കെ അടിപൊളിയാണ്. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെ ഉണ്ട്. എന്നാലും പക്ഷെ നമുക്ക് ഉള്ളിലുള്ളൊരു പേടിയുണ്ടല്ലോ, ഇതെങ്ങനെ പൊട്ടിത്താഴെ വീഴുമോ, അങ്ങനെ ഒരു പേടി നമുക്ക് എന്താണെങ്കിലും വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആണ് പിന്നെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയും പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലൊന്ന് എത്തിയാൽ മതി എന്നുള്ള ആ ഒരു കണക്കുകൂട്ടിലായിരുന്നു. എന്നാൽ സ്പീഡ് നടക്കാൻ പറ്റുമോ, സ്പീഡ് നടക്കാനും പറ്റുന്നില്ല. നമ്മൾ വളരെ പതുക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. പിന്നെ നമ്മളവിടെ എത്താറായിരുന്ന ആശ്വാസത്തിൽ അവിടെ ഇറങ്ങി സൈഡിൽ കൂടി വന്ന് പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളിതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടിട്ട് അടുത്ത് പോയി. പിന്നെ അവിടുത്തെ സാറിൻ്റെ മേഡത്തിൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും അടുത്ത സ്ഥലം ഏതാണെന്ന് എനിക്കാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഈ വാട്ടർഫോൾ ശരിക്കും താഴെയല്ല, ശരിക്കും മുകളിലോട്ടാണ് നോക്കേണ്ടത്. ആ മുകളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി താഴെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ഇങ്ങനെയുള്ളത് നേരിട്ട് പോയി കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കും. അതുപോലെ നല്ല രസമാണ് കാണാൻ. നല്ല ഉയരമെന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിലാണ് ആ വെള്ളം. അത് ഓരോ പടിയായിട്ടാണ് ഒഴുകി വരുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. നല്ല തിരക്കുമായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അത് കണ്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയി. പിന്നെ ആ വഴിയിൽ നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്താണ്ട് ഓരോരുത്തരുടെ കാലിൽ ഇങ്ങനെ അട്ടകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചേച്ചിയുടെ കാലിൽ ഇങ്ങനെ അട്ട കടിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ കൊന്നു കളഞ്ഞ്. അപ്പോൾ ബാക്കി ഓരോരുത്തരും ഇങ്ങനെ നോക്കി പേടിച്ചാണ് നടക്കുന്നത്. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു അരുവി ഉണ്ടായിരുന്നു. നമ്മൾ ആ അരുവിയിലോട്ടാണ് പോയത്. ശരിക്കും അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഇങ്ങനെ ഓരോ കുഴിയായിട്ടുണ്ട്. ആ കുഴിയിൽ മൊത്തവും ഇങ്ങനെ വെള്ളങ്ങളാണുള്ളത്.
നല്ല രസമുണ്ട് കാണാൻ. അപ്പം കുറച്ച് പേര് താണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട് വെള്ളത്തിൽ ചാടാനായിട്ട് വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കാലിലൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ നല്ലൊരു സ്പോട്ട് തപ്പി ഇരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ പോയിട്ട് കുറച്ച് പേര് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കുളങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ മീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ഓരോന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതുവഴി നടന്നിട്ട് പിന്നെ അവിടെ വന്നിരുന്ന്. അപ്പോഴത്തേക്കിന് എല്ലാവരും വെള്ളത്തിലിട്ടൊക്കെ ചാടി അവർ കളിയും മറിച്ചിലും ഒക്കെ ആയി. പിന്നെ നമ്മൾ അവരുടെ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലും കുറച്ച് പേര് അപ്പുറത്തെ സൈഡിലുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് പോരുന്നു. പിന്നെ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ചാടിയും മറിഞ്ഞും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഈ മാമലക്കണ്ടം സ്കൂളിലോട്ടാണ്. ശരിക്കും ഇവിടുത്തെ ഒരു വ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു സ്കൂളിൻ്റെ പുറകെ മുഴുവനും മലകളും ആ മലകളുടെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും കാണാൻ ശരിക്കും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ എത്ര പേരാണ് വരുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ റൈഡേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നമ്മളതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ വിനോദയാത്ര എന്ന് പറയുന്ന KSRTC ബസ് അതും ഉണ്ടായിരുന്നു. അതിലും കുറച്ച് ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് പോവായിരുന്നു. ശരിക്കും ആ കുട്ടികൾക്ക് എന്ത് നല്ല രസമായിരിക്കും. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അവരൊരു പക്ഷേ ചിലപ്പോൾ മടുത്തിട്ടുണ്ടായിരിക്കും. ഇതെന്നും കാണുന്നതുകൊണ്ട് അവർക്കതൊരു പുതുമയായിട്ട് തോന്നത്തില്ല. നമ്മളിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കതൊരു പുതുമയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഹോട്ടലിൽ നിന്നല്ല ഫുഡ് കഴിക്കുന്നത്. അവിടെ ഒരു സാറിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇന്ന് നമുക്ക് അവിടെ നിന്നാണ് ഫുഡ്. അപ്പം ആ സ്ഥലം ഇങ്ങനെ നടന്നാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് വണ്ടി ഇങ്ങനെ കയറില്ല. അപ്പം മൊത്തം കാടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ നടുക്കൊരു കുഞ്ഞു വീടാണ് ശരിക്കും ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡ് മൊത്തത്തിൽ വനമാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നേരെ പോവാൻ നല്ല വിശപ്പുണ്ട്. ആദ്യം തന്നെ നമ്മൾ നേരെ ചെന്ന് കയറി കൈ കഴുകി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാം റെഡിയായിരുന്നു. അപ്പം ചോറും സാമ്പാറും അവിയലും ബീഫ് ഫ്രൈയും മീൻകറിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ച് ഞങ്ങൾ പിന്നെ അടുത്ത ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഓഫ് റോഡ് കയറാനായിട്ട് പോകുന്നത്. അതിങ്ങനെ ജീപ്പിലുള്ളത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇവിടെ ഓരോ ജീപ്പിലും 6 പേര് വെച്ചാണ് ഇവർ കൊണ്ടുപോകുന്നത്. 6 പേര് വെച്ച് നമ്മളെല്ലാവരും ജീപ്പിൽ കയറി. അങ്ങനെ 3 ജീപ്പിലായിട്ട് നമ്മളെല്ലാവരും കയറി. ശരിക്കും അവർക്ക് നമ്മളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത്ര പേര് കയറാമെന്നൊക്കെ കരുതി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡ്രൈവേഴ്സ് പറഞ്ഞ് നമ്മളുടെ അടുത്ത് 6 പേരെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കയറി സെറ്റായി. നമ്മുടെ ഡ്രൈവർ അങ്കിൾ വണ്ടി എടുത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ഒരു മല കാണുന്നുണ്ടല്ലോ. ആ മലയുടെ മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. ആദ്യം ഇങ്ങനെ നോർമലായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വലിയതായിട്ട് തോന്നില്ല. നമ്മൾ സാധാരണ വണ്ടി ഓടിച്ച് പോകുന്നത് പോലെ ഉള്ളൂ. ഞാനിങ്ങനെ ചിന്തിച്ച് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നേരെ ഇങ്ങനെ പോയി അങ്ങനെ ആയിരിക്കും എത്തുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇങ്ങനെ വഴികളൊക്കെ മാറി വരുന്നു. വീടുകളൊക്കെ കുറഞ്ഞു വരുന്നു. മൊത്തം കാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. നല്ല രീതിക്ക് മലയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും 2 സൈഡ് നിറച്ചും കാടാണ്. പിന്നെ 1-2 വീടുകൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്. പിന്നെ നേരെ കാണുന്നത് സൈഡിലോട്ട് നോക്കിയാലും എല്ലാ മലകളും മാത്രമേ കാണാനുള്ളൂ. നമ്മളത് കാണാൻ വേണ്ടി തന്നെയാണല്ലോ, മുകളിൽ നിന്നുള്ള വ്യൂ കാണാനാണല്ലോ ഈ പോകുന്നത്. അപ്പം ഈ മൊത്തം പാറയാണ്. മണ്ണും ചരലും എല്ലാം കഴിഞ്ഞ് നമ്മൾ മൊത്തം പാറയുടെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ താഴെ വെയിറ്റിംഗ് ആണ് ഈ വണ്ടി വന്നിട്ട് പോകാനായിട്ട്. ആൾക്കാർ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആടിയല്ലേ ഈ വണ്ടിക്കകത്ത് മൊത്തം ഈ കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് വളരെ പതുക്കെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡ്രൈവറാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന മലകളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുന്നൊക്കെയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുകളിൽ വന്നിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് തന്നെ കാണുന്ന വ്യൂ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും എത്തിയിട്ട് തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണാനായിട്ട്. നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി അവിടെ നിന്നും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അടുത്ത സ്ഥലത്തോട്ട്
മുകളിലോട്ട് പിന്നെയും പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ദൈവത്തെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചാണ് ശരിക്കും അതിനെ തിരിക്കുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ഇത്രയും ഇത് പിടിച്ച് പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തോന്നും. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലൊരു രസമല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അതികഠിനമായ വഴികളിലൂടെയാണ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പിന്നെ ഒരു സ്പോട്ടിൽ ഇറങ്ങി അവിടെ നിന്നുള്ളൊരു വ്യൂ അത് അതിമനോഹരമായിരുന്നു. അവിടെ ഒരു കുഞ്ഞ് വീടുണ്ടായിരുന്നു. അവിടെ വീടിൻ്റെ കൂട്ടത്തിൽ തന്നെ കടയുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് 2-3 മുട്ടായിയൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ നേരെ മുകളിലോട്ട് പോവുക. അപ്പോൾ പോകുമ്പം വണ്ടി ഇടയ്ക്ക് നിൽക്കുകയാണ്. കാരണം ഈ ഒരു കല്ലുകളൊക്കെ കാരണം അങ്ങോട്ട് ചലിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ, പിന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുക. കാരണം ഇങ്ങനെ ഈ പാറയുടെ മുകളിലോട്ട് ഇങ്ങനെ കയറുമ്പോഴത്തേക്കിന് നമ്മൾ നേരെ കുത്തനെയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ ആ ഒരു ബലത്തിൽ, ആ ഒരു ധൈര്യത്തിലാണ് നമ്മളതിനകത്ത് ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ താഴോട്ട് പോയാൽ നേരെ കൊക്കയിലോട്ടാണ് വീഴുന്നത്. അത്ര ഉയരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഈ പകുതിക്ക് ഇവിടെ നിർത്താനും പറ്റത്തില്ല, നമുക്കവിടെ പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ഇത്ര വന്നത് വെറുതെ ആവണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിൽ അങ്ങ് പോവാണ്. നല്ല പേടിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ശരിക്കും ആ ഒരു ചുറ്റുപാട് മൊത്തം നല്ല മൊത്തം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം ദേ നോക്കി, ഇങ്ങനൊരു വഴി ഇതിൻ്റെ ഇടയ്ക്ക് ആരാ ഉണ്ടാക്കി വെച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ മുകളിൽ ആദ്യം പോയ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നവർക്കാണെങ്കിലും പോകാനായിട്ട് ആ ഒറ്റൊരു വഴിയുള്ളൂ. അപ്പം സൈഡ് ഒതുക്കണമെന്ന് പറഞ്ഞാൽ കൂടി സൈഡിൽ എന്താണ് മൊത്തം കാട് തന്നെയാണ്. പിന്നെ ഒരു നോർമൽ ഒരു വഴി കണ്ടപ്പോൾ താണ്ട് അവിടുന്ന് കണ്ടിട്ട് തിരിച്ച് വന്ന ആൾക്കാർ അവിടെ ഒരു ഇതിൽ ചള്ളക്കകത്ത് അവർ സ്റ്റക്കായിപ്പോയി. പിന്നെ അവർ പോയിട്ടുണ്ട് നമുക്ക് ആ വഴിയിലൂടെ പോകാൻ. ഒരു കുഞ്ഞു കുട്ടിയാണ് അതിനകത്ത് ഉള്ളത്. അതൊരു പേടിയില്ലാതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ അങ്ങ് ടോപ്പിലെത്തി, ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് താഴോട്ടും കൂടെ ഇറക്കി ഇത് നിർത്താം. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് അങ്കിളെ നിർത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ, കാര്യം നമ്മൾ അത്രയും നമ്മൾ കണ്ടപ്പോൾ തന്നെ ശരിക്കും പേടിയായിപ്പോയി. കാരണം ഇനി അത് താഴെ ഇറക്കി കഴിഞ്ഞാൽ നേരെ താഴെ കൊക്കയാണുള്ളത്. നമ്മൾ അത് എന്തെങ്കിലും ഇത് പറ്റിപ്പോയാൽ നമ്മൾ നേരെ കൊക്കയ്ക്കകത്തോട്ട് പോകും. പൊടി പോലും പിന്നെ കിട്ടാൻ പോകത്തില്ല. ഇത്രയും അഭ്യാസം കാണിച്ച് ഇവിടെ വരണ്ട എന്നായിരിക്കുമല്ലോ എല്ലാവരും ഓർക്കുന്നത്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ കയറില്ലായിരുന്നു, ഇത് നഷ്ടമായി പോയേനെ എന്ന് തോന്നുന്നു. ഈ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവർക്ക്, ഇങ്ങനത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്കും ഉണ്ടല്ലോ ആ ഒരു ശരിക്കും ഇവിടെ ഇറങ്ങുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. ശരിക്കും അവർക്കത് നല്ല രീതിയിൽ അത് മനസ്സിലാവത്തുള്ളൂ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കോടയൊക്കെ മൂടി തുടങ്ങിയിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും പിന്നെ എല്ലാം കണ്ട് കുറച്ച് താഴെ പോയിരുന്ന് നമ്മൾ അവിടെ തന്നെ കുറച്ചേറെ നേരം തന്നെ ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രീതിയിൽ ശരിക്കും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തന്ന്. പിന്നെ നമ്മൾ ഒരുപാട് സന്ധ്യ ആവണ്ടല്ലോ എന്നും കരുതി പിന്നെ നേരെ മോളിൽ പോവാണ്. കാരണം നമ്മൾ മോളിൽ ജീപ്പ് ഇട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ കയറി ജീപ്പിൽ കയറി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം കയറിയതിനെക്കാട്ടിലും പാടാണ് ഇറങ്ങാനായിട്ട്. ഇറങ്ങുമ്പോഴത്തേക്കിന് ശരിക്കും ഇതിങ്ങനെ നമ്മളെ പുറകിൽ ഇങ്ങനെ ചാട് പൊങ്ങി നിൽക്കുകയാണോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം നമ്മളിങ്ങനെ തല കുത്തിയൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനത്തെയൊക്കെ ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേന് 2 ജീപ്പൊക്കെ പിന്നെയും കയറി വരികയാണ്. കാര്യം ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് ഒരുപാട് ആൾക്കാർ വരും. അവർക്ക് ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു നൈറ്റ് ടൈമിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആനയൊക്കെ ഇറങ്ങുന്ന അത് ആ ഒരു സമയത്താണ്. അപ്പോൾ തന്നെയാണ് ചിലരൊക്കെ ആവശ്യപ്പെടുന്നത് പോകാനായിട്ട്. അപ്പം ഇങ്ങനെ പോവാണ്. ഇവരൊക്കെ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. അവർക്കതുകൊണ്ട് ഇങ്ങനെ അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവർക്കതുകൊണ്ട് വലിയ പേടിയും കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോഴും അതേപോലെ തന്നെ സെയിം ദൈവത്തെ വിളിച്ച് തന്നെയാണ് പോകുന്നത്. എത്ര ദൈവമുണ്ട് അത്രയും ദൈവത്തെ നമ്മൾ വിളിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കയറിയതും ഇറങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. പക്ഷേ നമ്മളിങ്ങനെ പേടിക്കുന്നത് കാരണം നമുക്ക് ചൊവ്വിന് നേരെ ഇതിനകത്ത് ഈ ജീപ്പിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പറ്റത്തില്ല. നമ്മളിപ്പോൾ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പകുതിയാകുമ്പോഴത്തേന് ആ ഒരു ഇതങ്ങ് പോകും. കണ്ണടച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇരുന്നത്. കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്
ഞാനിതിനകത്തുനിന്ന് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും സെയിം തന്നെ. പിന്നെ പകുതി ആയപ്പോഴത്തേക്കിന് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഒരു കയറ്റമൊക്കെ കഴിഞ്ഞത് കൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ചിലയിടത്ത് വരുമ്പോഴത്തേക്കും നല്ല കുഴിയും വലിയ കല്ലുകളും ഒക്കെ വരുമ്പോഴത്തേക്കിനാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ താഴെ വന്നു. അപ്പോൾ വണ്ടി പോകാനായിട്ട് റെഡിയാക്കി ഡ്രൈവർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി നേരെ തിരിക്കുന്നു, നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ട്രിപ്പ്. അതിമനോഹരമായിരുന്നു. നമ്മളപ്പോൾ അവിടുന്ന് കുറച്ച് ഈ മുട്ടായിയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.